വയനാട്ടിലെ പ്രകൃതിക്ഷോഭത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോടും വയനാട്ടിലെ ദുരന്തത്തോടും നിഷേധാത്മകമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് എൽഡിഎഫും യുഡിഎഫും ഇന്ന് വയനാട്ടിൽ ഹർത്താൽ നടത്തുന്ന സാഹചര്യത്തിൽ വസ്തുതകൾ ജനങ്ങളുടെ മുന്നിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചത്. വയനാട്ടിൽ തന്നെ ഈ പ്രക്ഷോഭത്തെ ജനങ്ങൾ പൂർണ്ണമായും സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചും മാധ്യമങ്ങൾ പലതരത്തിലുള്ള വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങൾ തടയുകയും ജനങ്ങൾ ബുദ്ധിമുട്ടിലാവുകയും ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇന്ന് വയനാട്ടിൽ ഈ ഹർത്താൽ നടത്താനുള്ള അടിയന്തര സാഹചര്യവും നമുക്കെല്ലാവർക്കും അറിയാം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പാലക്കാട് ബിജെപി വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്നുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അതിന് തടയിടാമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയിട്ടാണ് ഈ ഹർത്താൽ ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം വെച്ചിട്ടുള്ളത് എന്ന് സാമാന്യമായിട്ടുള്ള ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവും. വയനാട്ടിലും പാലക്കാടും ചേലക്കരയിലുമൊക്കെ ഉപതെരഞ്ഞെടുപ്പുകളിൽ സിപിഎമ്മും കോൺഗ്രസിന്റെയും ഒക്കെ മുന്നണികൾ പരസ്പരം മത്സരിക്കുന്നു എന്നാണ് പറയുന്നതെങ്കിലും വയനാട്ടിലെ ഹർത്താലിൽ അവർ ഒരുമിച്ചാണ് നടത്തുന്നത്. അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് തന്ത്രം അത് തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഒന്നാമത്തെ കാര്യം, കേരളത്തിന് കേന്ദ്രത്തിന്റെ സഹായം നിഷേധിക്കുന്നു. ഇതാണ് ആരോപണം. കേന്ദ്രം സഹായം നൽകില്ല എന്ന് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും കേന്ദ്ര സർക്കാർ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ അത് പറയണം. കേന്ദ്ര സർക്കാർ അങ്ങനെ ആരോടെങ്കിലും എവിടെയെങ്കിലും മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ വാർത്താക്കുറിപ്പിലോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴോ കേന്ദ്ര സർക്കാർ ഞങ്ങൾ ഇനി കേരളത്തിന് സഹായം നൽകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്റെ അറിവിൽ അങ്ങനെ ഒരു കാര്യം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷെ മാധ്യമങ്ങൾ വാർത്ത നൽകുന്നുണ്ട്. കേരളത്തിന് ധനസഹായം നൽകില്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. അതിനിടയിൽ വന്നിട്ടുള്ളൊരു വാർത്ത, അതിതീവ്ര ദുരന്ത മേഖലയായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഉന്നതാധികാര സമിതിയുടെ യോഗം, ആ യോഗം കൂടിയിട്ടില്ല, അത് ഈ മാസം തന്നെ കൂടി തീരുമാനം അറിയിക്കും എന്ന് കേന്ദ്രത്തിന് വേണ്ടിയിട്ട് ഹാജരായിട്ടുള്ള അഡീഷണൽ സോളിസിറ്റർ ജനറൽ ARL സുന്ദരേശൻ ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. കൊടുക്കില്ല എന്നല്ല പറഞ്ഞത്. എന്താണ് കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വിശദീകരിച്ചു. ഇനി ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലം ഒക്ടോബർ മാസം 17-ാം തീയതി കൊടുത്ത സത്യവാങ്മൂലം, ആ സത്യവാങ്മൂലത്തിലെ വരികൾ ഞാനൊന്ന് വായിക്കാം. WPC number 28509 of 2024 before the Honorable High Court of Kerala, എറണാകുളം. അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന വാചകം, സംസ്ഥാന സർക്കാർ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അതിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ as informed by the state government, they are in the process of PDNA assessment
and will submit their detailed memorandum before Government of India for consideration. The PDNA report along with detailed memorandum is still awaited from Government of Kerala. Once the detailed PDNA report is received, it will be considered by the central government as per laid down procedure. വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് എന്താണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ PDNA ഇപ്പോഴും കേന്ദ്ര സർക്കാരിന് കിട്ടിയിട്ടില്ല. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഒരു മലയാള പത്രം, പ്രമുഖ മലയാള പത്രം പറഞ്ഞത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്താനന്തര ആവശ്യങ്ങൾ വിലയിരുത്തുന്ന റിപ്പോർട്ട് കേരളം ഉടൻ കേന്ദ്രത്തിന് സമർപ്പിക്കും. ഉടൻ സമർപ്പിക്കും, സമർപ്പിച്ചിട്ടില്ല. പത്രത്തിൽ വന്ന വാർത്ത. ആ വാർത്തയിൽ പറഞ്ഞത് ആ റിപ്പോർട്ട് തയ്യാറാക്കി മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി അത് പരിശോധിച്ചതിന് ശേഷം തുടർ നടപടികൾ തീരുമാനിക്കും. ഇനി ഞാൻ ഒരു കാര്യം കൂടി വായിക്കാം. സെപ്റ്റംബർ 15 ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് വാർത്ത. The State Disaster Management Authority has identified 4 areas for sectoral assessment as part of the post-disasteral need assessment of landslide hit areas of Wayanad. It has also been decided to prepare the PDNA report after collection of data. The report will present sector-wise damage. The cost estimate of the total damage will be included in the report. KSDMA has been entrusted with drafting the report. It will submit the final report to the Ministry of Home Affairs. ഈ റിപ്പോർട്ടിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം മലയാള പത്രത്തിൽ പറഞ്ഞത്. വിലയിരുത്തുന്ന റിപ്പോർട്ട് ഉടൻ കേന്ദ്രത്തിന് സമർപ്പിക്കും എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 15 പറഞ്ഞ അതേ കാര്യത്തിന്റെ അടുത്ത ഘട്ടം എവിടെ എത്തി? മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തി. ഇപ്പോ അതാണ് സ്ഥിതി. ഞാൻ ഈ വാർത്തയാണ് വായിക്കുന്നത്. വാർത്തയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. കേന്ദ്രത്തിന് സമർപ്പിക്കേണ്ട കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. കേന്ദ്രത്തിന് കിട്ടിയിട്ടില്ല. ഇത് മലയാള പത്രത്തിൽ വന്ന വാർത്തയാണ്. ഈ മലയാള പത്രത്തിൽ വരുന്നതിന് മുമ്പ് ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന വാർത്തയാണ്. തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് സെപ്റ്റംബർ 15 പറഞ്ഞു. ഒക്ടോബർ മാസത്തിലെ 17 നവംബർ മാസത്തില് ഈ കഴിഞ്ഞ ഒരു 4 ദിവസം മുമ്പുള്ള പത്രത്തിലാണ് വന്നത്. മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ പരിഗണനയുടെ അടിസ്ഥാനത്തിൽ, പരിഗണനയിലിരിക്കുന്ന ഒരു രേഖയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ അധിക ധനസഹായം നൽകണം എന്ന് പറയുന്നതിന്റെ സാങ്കത്യം എന്താണ്? അതിന്റെ അടിസ്ഥാനം എന്താണ്? ഇത് പ്രതിപക്ഷത്തിന് ചോദിക്കാൻ ധൈര്യമില്ല. കാരണം പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം വയനാട്ടിലൊരു അഡ്ജസ്റ്റ്മെന്റിലാണ്. പ്രിയങ്ക ഗാന്ധിക്കെതിരായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ പേരിന് നിർത്തി മത്സരിപ്പിച്ച സാഹചര്യമായിരുന്നു. മാത്രമല്ല വയനാട്ടിൽ ഉൾവരിച്ച അരി, ആ അരിയാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പഞ്ചായത്തും അതുപോലെയുള്ള ആൾക്കാർ വിതരണം ചെയ്തത്. PDNA കൊടുത്തിട്ടുണ്ടോ? ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ കൈവശം ഇരിക്കുന്ന ഒരു രേഖ, ആ രേഖയുടെ പേരിലാണ് ഈ കോലാഹലം മുഴുവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി കൊടുത്തിട്ടില്ല. മുഖ്യമന്ത്രി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ കേന്ദ്രത്തിനോട് ചോദിക്കാൻ പറയണം. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇതൊക്കെ അവിടെ ഒരു വശത്ത് നിൽക്കട്ടെ. മറുവശത്ത് നിരവധി ആളുകൾക്ക് ഭൂമി നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു. വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് പണിത് നൽകാൻ വേണ്ടിയിട്ട് 1000-ഓളം വീട് നൽകാൻ വേണ്ടിയിട്ട് നിരവധി സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ സന്നദ്ധ സംഘടനകളുടെ അഭ്യർത്ഥന 4 മാസം കഴിഞ്ഞതിന് ശേഷവും സംസ്ഥാന സർക്കാർ അവരുമായിട്ട് ഒരു ചർച്ച പോലും നടത്തിയിട്ടുണ്ടോ? ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ വീട് പണിത് നൽകാമെന്ന് പറഞ്ഞു. എന്തൊക്കെ നിങ്ങൾ ചെയ്യും? എങ്ങനെ ചെയ്യും? സന്നദ്ധ സംഘടനകൾ 1000-ഓളം ആളുകൾ, 1000-ഓളം സംഘടനകളിൽ 1000-ഓളം വീടുകൾ പണിത് നൽകാമെന്ന് പറയുമ്പോൾ ആ ചർച്ച പോലും നടത്തിയിട്ടില്ല. മറുപടി പറയാൻ പറ്റുമോ ഹർത്താൽ നടത്തുന്ന ആളുകൾക്ക്? മാത്രമല്ല നിങ്ങൾ ചില ആൾക്കാരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, മറ്റ് സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുത്തു, കേരളത്തിനൊന്നും തന്നില്ല.
ഈ മറ്റ് സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുത്തു തുക പറയുന്ന തുകയുണ്ടല്ലോ, ഈ തുക എന്നാ അനുവദിച്ചത്? ജൂലൈ മാസം 23-ാം തീയതി ബജറ്റിൽ, കേന്ദ്ര ബജറ്റിൽ അനുവദിച്ച തുക, ബീഹാറിന് കൊടുത്ത 11,500 കോടി രൂപയുടെ കാര്യമാണ് ഈ ദുരന്തത്തിന്റെ പണം കിട്ടാത്തതിന്റെ പേരിൽ കേരള സർക്കാരിന്റെ വാദമായിട്ട് കേരള സർക്കാർ അവതരിപ്പിക്കുന്നത്. പല മാധ്യമപ്രവർത്തകരും തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും എന്നോട് ചോദിച്ചിട്ടുള്ളത്. വയനാട് ദുരന്തം ഉണ്ടായത് ജൂലൈ മാസം 30-ാം തീയതിയാണ്. ജൂലൈ മാസം 23-ാം തീയതിത്തെ ബജറ്റിൽ ജൂലൈ മാസം 30-ാം തീയതി നടന്ന ദുരന്തത്തിന്റെ പണം മുൻകൂട്ടി എങ്ങനെ കൊടുക്കും കേന്ദ്ര സർക്കാർ? അസം, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, സിക്കിം ഇത്രയും സംസ്ഥാനങ്ങൾക്ക് ബജറ്റിൽ പ്രളയം നേരിടാൻ പ്രത്യേക ഫണ്ട് അനുവദിച്ചു. പ്രളയം നേരിടാനുള്ള ഫണ്ട്, ഇതെല്ലാം സ്ഥിരമായിട്ട് പ്രളയക്കെടുതികളെ നേരിടാനുള്ള അടിസ്ഥാന സൌകര്യ വികസനം അതിനു വേണ്ടിയിട്ട് നൽകിയതാണ്. ഉദാഹരണത്തിന് ബീഹാറിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതി കോസി മേച്ചി റിവർ ലിങ്കിംഗ് പദ്ധതി. ബീഹാറിലെ കോസി നദിയും നേപ്പാളിൽ കൂടി ഒഴുകുന്ന മോച്ചി നദിയുമായിട്ട് ബന്ധപ്പെടുത്തുന്ന വലിയൊരു പദ്ധതി. കോസി നദി ബീഹാറിന്റെ ദുഃഖം എന്നൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ വായിച്ചിട്ടുള്ള, പാഠപുസ്തകത്തിൽ വായിച്ചിട്ടുള്ള ഒരു പരാമർശമാണ്. ആ കോസി നദിയിൽ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കമാണ് ഓരോ വർഷവും ബീഹാറിലെ ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നത്, ആയിരക്കണക്കിന് കോടി രൂപ നഷ്ടപ്പെടുത്തുന്നത്. അങ്ങനെ വർഷാവർഷം ഉണ്ടാകുന്ന മഹാപ്രളയം, ആ മഹാപ്രളയം തടയുന്നതിന് വേണ്ടിയിട്ട് ചെറിയ അണക്കെട്ടുകൾ പണിയുക, അതുപോലെയുള്ള നിരവധി സംവിധാനങ്ങൾ, പ്രളയം കെടുതികൾ, സ്ഥിരമായിട്ട് പ്രളയക്കെടുതി നേരിടുന്ന സംസ്ഥാനങ്ങൾ അത് നേരിടാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പണം അനുവദിച്ചത്. മാത്രമല്ല, കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പ്രളയങ്ങളിലൂടെ കടന്നുപോകുന്ന വിവിധ സംസ്ഥാനങ്ങൾക്ക് അവർ നൽകിയിട്ടുള്ള PDNA റിപ്പോർട്ട് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ തുക അനുവദിച്ചിട്ടുള്ളത്. സംശയമുള്ള ആളുകൾക്ക് സുഖീന്ദർ സിംഗ് സുക്കു, ഹിമാചൽ മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾ PDNA കൊടുത്തു, PDNAയിൽ കൊടുത്ത മുഴുവൻ തുക കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ പരാതി അതായിരുന്നു. PDNA കൊടുത്തിട്ടില്ലെന്നല്ല. അതിന്റെ വിശദാംശങ്ങൾ വരണമെങ്കിൽ ഞാൻ അതുകൂടി പറയാം, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഹിമാചൽ പ്രദേശ് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. PDNA അവരിത് ഇറക്കി കൊടുത്തിട്ടുണ്ട്. VD സതീശൻ ഏറ്റവും ചുരുങ്ങിയത് PDNA റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടാണ് സംസ്ഥാനങ്ങൾക്ക് ഈ പണം അനുവദിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ തന്റെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരോടെങ്കിലും ഒന്ന് സംസാരിക്കണമായിരുന്നു. സംസാരിച്ചിരുന്നുവെങ്കിൽ ഇതുപോലത്തെ അബദ്ധം കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കില്ല. പ്രിയങ്ക ഗാന്ധിയെങ്കിലും സംസാരിക്കണമായിരുന്നു. കാരണം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വന്ന് പറഞ്ഞത് കേന്ദ്രം അവഗണിക്കുന്നു എന്നാണ്. അവരുടെ ഭരണത്തിൽ കീഴിൽ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും അറിവില്ലാത്ത നേതാക്കന്മാരാണ് ഇവിടെ വന്നിട്ട് കേന്ദ്രത്തിനെതിരായിട്ട് നടക്കുന്നത്. ഇനി കഴിഞ്ഞ മാസം ഗുജറാത്തിന് കൊടുത്തു, മണിപ്പൂരിന് കൊടുത്തു, ത്രിപുരക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 650 കോടി രൂപ കൊടുത്തു. ആ കൊടുത്തത് SDRFന്റെ NDRF വിഹിതം, NDRFിൽ നിന്നുള്ള അഡ്വാൻസ്, ആ അഡ്വാൻസ് കേരളത്തിനും കിട്ടി. കേരളത്തിന് അനുവദിച്ച തുകയുടെ 145 കോടിയുടെ 2 ഗഡുക്കൾ ഈ വർഷത്തെ SDRFിലേക്ക് ദേശീയ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം എന്നുള്ള നിലയിൽ അനുവദിച്ച തുകയുടെ ആ തുകയുടെ 2 വിഹിതം മുൻകൂട്ടി കൊടുത്തു, ജൂലൈ 31-നും ഒക്ടോബർ 1-നും. ഇനിയും കൂടുതൽ കിട്ടും. പക്ഷെ കിട്ടണമെങ്കിൽ PDNA കൊടുക്കണം. അത് നരേന്ദ്രമോദി ഉണ്ടാക്കിയ നിയമമല്ല. നരേന്ദ്രമോദി 2018 മഹാപ്രളയം നമുക്കറിയാം. 2018 മഹാപ്രളയത്തിൽ അന്ന് PDNA കൊടുത്തിട്ടുണ്ട്. കേരള ഗവൺമെന്റ് PDNA കൊടുത്തിട്ടുണ്ട്. കേന്ദ്രം അടിയന്തരമായിട്ട് സഹായം കൊടുത്തു, പക്ഷെ PDNA കൊടുത്തു. പക്ഷേ അതിനുശേഷം കേരളത്തിന് കിട്ടിയില്ല. കിട്ടാത്തതിന്റെ കാരണം ഹിന്ദു പത്രം, മുഖ്യമന്ത്രിയുടെ സ്വന്തം പത്രമാണ്. ഹിന്ദു പത്രത്തിലെ 2020 ജനുവരിയിലെ വാർത്ത ഞാൻ വായിക്കാം. സെൻട്രൽ വിൽ നോട്ട് അലോട്ട് എനി അഡീഷണൽ അസിസ്റ്റൻസ് ടു കേരള ഫ്രം ദ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് as it has failed to produce utilization certificate for 50% of over 3,000 crore fund allotted to it after the 2018 floods.
എ സീനിയർ ഹോം മിനിസ്ട്രി ഒഫീഷ്യൽ സെഡ് ഓൺ തേഴ്സ്ഡേ. ഞാൻ പറഞ്ഞത് കിട്ടിയ പണത്തിന്റെ കണക്ക് കൊടുക്കുന്നതിൽ കാണിക്കുന്ന ശുഷ്കാന്തി, ആ ശുഷ്കാന്തി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഇപ്പൊ വീണ്ടും കേന്ദ്രത്തിനെതിരായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു പ്രാവശ്യം കേന്ദ്രത്തിനെതിരായിട്ട് ഇറങ്ങിയിട്ട് അവസാനം സുപ്രീം കോടതി പോയിട്ട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സുപ്രീം കോടതി പറഞ്ഞു, അങ്ങനെ കേന്ദ്ര സർക്കാർ വിവേചനം കാണിക്കുന്നതായിട്ട് ബോധ്യപ്പെടുത്താൻ, സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ കേരള സർക്കാരിന് സാധിച്ചിട്ടില്ല. ഇതായിരുന്നു സുപ്രീം കോടതി അന്ന് 2023-24 വർഷത്തിൽ ഇടക്കാല ആവശ്യമായിട്ട് കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണം എന്നുള്ള ആവശ്യം, ആ ആവശ്യം പറഞ്ഞുകൊണ്ട് പരിഗണിച്ച കേസിൽ, ഹർജിയിൽ സുപ്രീം കോടതി എടുത്ത തീരുമാനം. അപ്പൊ ഇനിയും ഈ ധനസഹായം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ പോകാൻ ഇപ്പോ കോടതി പോകുന്ന കാര്യം പറയുന്നില്ല. കാരണം കോടതിയിൽ പോയാൽ എന്തായിരിക്കും വസ്തുത എന്ന് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ മന്ത്രിമാർക്കറിയാം. മാത്രമല്ല, പാർലമെന്റിൽ ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഈ ദുരന്തമുണ്ടായതിനു ശേഷം പാർലമെന്റിൽ ഇത് സംബന്ധിച്ച് തമിഴ്നാട്ടിലെ വിൽസൺ, തമിഴ്നാട്ടിൽ നിന്ന് രാജ്യസഭാ അംഗമായിട്ടുള്ള അംഗമാണ്, അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് നൽകിയിട്ടുള്ള മറുപടി, ആ മറുപടി കൂടി ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ആ മറുപടിയിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ. കാരണം ആ മറുപടിയിൽ വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ 5 വർഷക്കാലം വിവിധ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം ഈ ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ള തുക, ആ തുകയുടെ കൃത്യമായിട്ടുള്ള കണക്ക് കൊടുത്തിട്ടുണ്ട്. ഓഗസ്റ്റ് 7-ാം തീയതി 2024 ഓഗസ്റ്റ് 7-ന് പി വിൽസൺ രാജ്യസഭയിൽ ചോദിച്ച ചോദ്യമാണ് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ നമ്പർ 1825. കേരളത്തിന് മാത്രമല്ല, അതിൽ കൊടുത്തിട്ടുള്ള വിവിധ സംസ്ഥാനങ്ങളുടെ കണക്കുണ്ട്. ആ കണക്ക് വായിച്ചു കഴിഞ്ഞാൽ ആസാം ആവശ്യപ്പെട്ടത് 3237 കോടി രൂപ, കൊടുത്തത് 616 കോടി രൂപ. കൊടുത്തതെന്ന് പറഞ്ഞാൽ അപ്രൂവ് ചെയ്തത് 616 കോടി രൂപ. റിലീസ് ചെയ്തത് ഒറ്റ പൈസ റിലീസ് ചെയ്തിട്ടില്ല. ആസാം ബിജെപി ഭരിക്കുന്ന സംസ്ഥാനമാണ്. ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നു, കേരളത്തിന് കൊടുക്കുന്നില്ല എന്നുള്ളതല്ലേ പരാതി. ഉത്തർപ്രദേശ് ചോദിച്ചത് 808 കോടി രൂപ, അനുവദിച്ചത് 367 കോടി രൂപ, ഒറ്റ പൈസയും കൊടുത്തില്ല. മഹാരാഷ്ട്ര 2110 കോടി രൂപ ചോദിച്ചു, 956 കോടി രൂപ അനുവദിച്ചു. കേരളം, ഇത് ഞാൻ വായിക്കുന്നത് 2019 മുതൽ 24 വരെയുള്ള കണക്കിലാണ്, 1624 കോടി രൂപ ചോദിച്ചു, 460 കോടി രൂപ അനുവദിച്ചു. ഇതില് റിലീസ് ചെയ്ത എമൗണ്ടിന് ഒരു ആസ്റ്ററിക് ഉണ്ട്. അതിന്റെ താഴെ എഴുതിയിരിക്കുന്നത് ഫണ്ട് റിലീസ് ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് 50% ഓഫ് ദ ഓപ്പണിംഗ് ബാലൻസ് അവൈലബിൾ ഇൻ ദി SDR ഓഫ് ദ സ്റ്റേറ്റ് ഇൻ ദ ബിഗിനിംഗ് ഓഫ് ദ ഫൈനാൻഷ്യൽ ഇയർ. എന്ന് പറഞ്ഞാൽ മുൻ വർഷങ്ങളിൽ കൊടുത്തിട്ടുള്ള തുകയുടെ ബാലൻസ്, ആ ബാലൻസിന്റെ കണക്കും നേരത്തെ കൊടുത്തിട്ടുള്ള വർഷങ്ങളിലെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റും കിട്ടിക്കഴിഞ്ഞാലാണ് കേന്ദ്രത്തിന് കൊടുക്കാൻ പറ്റുക. ഇത് നരേന്ദ്രമോദി ഉണ്ടാക്കിയ നിയമമല്ല, ഇത് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലത്തിൽ വിശദമായിട്ട് 99 പേജുള്ള സത്യവാങ്മൂലമാണ്. ആ സത്യവാങ്മൂലത്തിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗൈഡ്ലൈൻസ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് ആൻഡ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ 15th ഫിനാൻസ് കമ്മീഷൻ 2021-22 മുതൽ 25-26 വരെയുള്ള കാലയളവിലേക്ക് വേണ്ടിയിട്ടുള്ള 15th ഫിനാൻസ് കമ്മീഷൻ, ആ 15th ഫിനാൻസ് കമ്മീഷന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള നിയമമാണ്. ഇത് പുതുതായിട്ടുണ്ടാക്കിയ നിയമമല്ല, ഇത് നേരത്തെ മുതലുള്ള നിയമമാണ്. ധനകാര്യ കമ്മീഷന്റെ നിയമവും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിയമവും ഒക്കെ ഇതാണ്. അപ്പൊ ഈ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയിട്ട് ദുരന്തത്തെപ്പോലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ള ഏറ്റവും ഹീനമായിട്ടുള്ള തന്ത്രം, ആ തന്ത്രമാണ്
പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിയെ എങ്ങനെയെങ്കിലും പിടിച്ചു കെട്ടുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് വയനാട്ടിലെ ജനങ്ങളെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഈ ഹർത്താലിന്റെ പൊള്ളത്തരം ജനങ്ങൾ തിരിച്ചറിയണം എന്ന് അഭ്യർത്ഥിക്കാനും മാധ്യമപ്രവർത്തകർ വസ്തുതകൾ കുറച്ചുകൂടി കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ ചോദ്യങ്ങളും പ്രതികരണങ്ങളും നടത്തണം എന്നുകൂടിയാണ് എനിക്ക് പറയാൻ.